ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ചിലവാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചിക്കണോ, കല്യാണം കഴിക്കാൻ ലോൺ എടുക്കുന്ന ആളുകളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ. ഇത്ര എക്സ്പെൻസീവ് ആണ് കല്യാണം. ചിലപ്പോൾ നമ്മളെ വരുമാനം വെച്ച് നോക്കുമ്പോൾ നമ്മളെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് എന്താവും ഒരു മാരേജിന് വേണ്ടിയിട്ട് ചിലവാകും. ഇതാണ് ഈ കാലഘട്ടം. അപ്പോൾ ഈ ഇങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ എവിടെയൊക്കെ കോസ്റ്റ് പിടിക്കാൻ പറ്റുമോ ആ കോസ്റ്റ് പിടിച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ആ രീതിയിൽ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമറെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോട്ടോ ഒരു വീഡിയോയിൽ ഒരിക്കലും ഈ പ്രൊഡക്റ്റിന്റെ എന്താ പറയുക റിഫൈൻമെന്റ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര ഇതല്ല, മനസ്സിലാവൂല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വൺ ടൈം യൂസ് ആണ്, അതാണ് നമ്മളെ പർപ്പസ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫാബ്രിക് ചൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് ഫാബ്രിക്കിൽ നമുക്ക് കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിനനുസരിച്ചുള്ള ഫാബ്രിക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് കാറ്റഗറിയും ഇവിടെ ഓക്കെയാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങളെ പ്രശ്നം, ബഡ്ജറ്റ് കൂടുതലായിട്ട് ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ഓരോരുത്തരെ പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനൊരു ഡ്രസ്സ് എടുത്തത് ഇത്ര രൂപയായി എന്ന് പറയാ, അല്ലെങ്കിൽ ഇത് ഇത്ര ആയിട്ടുള്ളൂ എന്ന് പറയാ, അതല്ല ഇവിടുത്തെ പോയിന്റ്. നിങ്ങളെ നീഡ് എന്താ, നിങ്ങളെ ആവശ്യം എന്താണോ അത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ആവശ്യം മീറ്റ് ചെയ്യുമ്പോൾ റേറ്റ് കൂടാം, റേറ്റ് കുറയാം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇപ്പൊ റിച്ച് ആയിട്ടുള്ള ഞാൻ റിച്ചാണ്, എനിക്ക് മിനിമം ഇത്ര എമൗണ്ടിന്റെ സാധനം ഞാൻ ഇടാം, അത് അതല്ല എന്റെ പോയിന്റ്. എന്റെ പോയിന്റ് നിങ്ങളെ ഫംഗ്ഷൻ എന്താ, വെഡിങ് ആണോ, റിസപ്ഷൻ ആണോ, ഹൽദി ആണോ, ഇതുപോലത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. വൺ ടൈം യൂസ് പർപ്പസ് ആണോ, അത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ചെയ്യുന്ന കൺസേൺസ് ഉണ്ടോ, അത് നിങ്ങൾക്ക് ഒരുപാട് വയർപ്പിന്റെ പ്രശ്നമുള്ള ആളുകളാണോ, കൂടുതൽ കംഫർട്ട്നെസ് വേണോ, ഇതാണ് ഡീറ്റെയിലിംഗ്. ആ ഡീറ്റെയിലിംഗിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ എന്താക്കുക, നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇൻപുട്ട് തരാം.